തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആവേശം ഉൾക്കൊണ്ട് നടത്തിയ കടക്കൽ സമരത്തിന് 75 വയസ്സ്. ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും സർ സിപിയുടെ പോലീസ് മർദ്ദനത്തിനും എതിരെ 1938 കടക്കലിലെ കർഷക ജനത സംഘടിച്ചതിന്റെ ഓർമ്മകൾ ഇപ്പോഴും അലയടിക്കുകയാണ്. ചന്തയിൽ അനധികൃതമായി നടത്തിയ പിരിവിനെതിരെ ജനം സംഘടിക്കുകയും കരാറുകാർക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സംഘർഷമുണ്ടായി. പോലീസുമായി ഏറ്റുമുട്ടിയ ജനം പോലീസ് ഔട്ട്പോസ്റ്റ് കത്തിച്ചു. ജനങ്ങളുടെ ശക്തിയിൽ പിടിച്ചു നിൽക്കാനാകാതെ പോലീസ് പിൻവാങ്ങി. കടക്കൽ ഉൾപ്പെടുന്ന 16 ചതുരശ്ര കിലോമീറ്റർ ഭാഗം സ്വതന്ത്ര രാജ്യമായി ജനം പ്രഖ്യാപിച്ചു. ഫ്രാങ്കോ രാഘവൻപിള്ളയെ രാജാവായും ചന്ദ്രൻ കാളിമ്പിയെ മന്ത്രിയായും പ്രഖ്യാപിച്ചു. അങ്ങനെ ജനം നടത്തിയ പോരാട്ടത്തിനു മുന്നിൽ പോലീസ് മുട്ടുമടക്കി. പിന്നീട് ജനങ്ങളുടെ രാജ്യം തിരിച്ചുപിടിക്കാൻ പോലീസ് യുദ്ധമുറ സ്വീകരിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. കടക്കൽ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിക്കാൻ വൈകിയത് മൂലം ജീവിതത്തിന്റെ അവസാന കാലത്താണ് പലർക്കും പെൻഷൻ കിട്ടിയത്. മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രൻ കാളിമ്പിക്ക് പെൻഷൻ കിട്ടിയത്. ചരിത്ര സമരത്തെ ഓർമ്മിപ്പിക്കാൻ ഇന്ന് കടക്കലിലുള്ളത് ഈയൊരു സ്മാരകം മാത്രം. മുൻ മുഖ്യമന്ത്രി EMS ആണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. പലതവണ നവീകരണം നടത്തുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും സ്മാരകം ഇന്നും പഴയപടി തന്നെ. ന്യൂസ് ബ്യൂറോ, കടക്കൽ.